അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ ശരിക്കും ഞെട്ടിപ്പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അത്രയും കാറ്റും മഴയും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എന്തൊക്കെയാണ് അവിടെ, ഇങ്ങനെ മഴയുണ്ടോ, കാറ്റും മഴയും ഇടിയും ഒക്കെ ഉണ്ടോ? അപ്പോൾ രാവിലെ എണീച്ചിട്ട് വാതിൽ തുറന്നതും പാല് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടിച്ചു വരാൻ നിന്നപ്പോഴാണ് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തതല്ലേ, അത് ഫിനിഷ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വാരൽ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർത്തു കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ, എന്നും അടിച്ചു വരാറില്ല. അത് പ്ലാവ് മുറിച്ച് പിന്നെ എന്നും അടിച്ചു വരാറില്ല കേട്ടോ. അത്രയും ഇലകളും ഇതൊക്കെ ആയിട്ട് ഉള്ളൂ അടിക്കാറ്. പക്ഷേ ഇപ്പം മറ്റേ ഒരു മാണിക്യ ചെമ്പഴുക്ക അല്ലേ, അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ രണ്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അടിച്ചു മാറിയാൽ മതി, മഴയൊക്കെ അല്ലേ. ചില റീൽസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണത്ര, മുറ്റടിച്ചു വാരണ്ട എന്നുള്ളതാണത്ര കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ബാക്ക് സൈഡൊക്കെ അടിച്ചു വാരണം. ഷീറ്റുള്ള കാരണം അവിടെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഫ്രണ്ടിൽ പിന്നെ മഴയുള്ളത് കൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്നൊന്നും എന്നൊന്നും അടിച്ചു വരാറില്ല, വല്ലപ്പോഴും. അപ്പോൾ എന്തായാലും പാല് എടുത്തിട്ട് പോയി ഞാൻ അവിടെ ചവിട്ടി കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ശേഷം പാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചായപ്പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു നെയ്റ്റി ഒരു ഹാഫ് കൈയാണ് കേട്ടോ. എനിക്കത് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് ഭയങ്കര കുറവാണ്. കാരണം ഞാൻ എപ്പോഴും 3/4 ഇട്ടിട്ട് ശീലമായില്ലേ. പക്ഷേ ഭയങ്കര ഇടാൻ നല്ല കംഫർട്ടാണ്. അതായത് വീഡിയോയിൽ വരാൻ കംഫർട്ട് കുറവെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇടാൻ നല്ല കംഫർട്ടാണ്, കഫ്താൻ ടൈപ്പും അല്ലേ. അങ്ങനെ ഞാൻ ചായ തീം വെച്ചിട്ട് ഓക്കെ, നമ്മുടെ മലപ്പുറം സൈഡ് പറയുന്നൊരു സ്ലാങ്ങാണ് കേട്ടോ അത്. ചോറ് തീമച്ചോ ചായ തീമച്ചോ, അന്നൊന്നും ഈ എന്താണിത് പറയണതെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വലുതായി പിന്നെയാണ് തീൻ്റെ മേലെ വെച്ചിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പണ്ടത്തെ ഉമ്മമാർ ഇങ്ങനെ നമ്മളെ എങ്ങടേലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചായ കുടിച്ചിട്ട് ചായ തീമച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ, ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചായ റെഡിയാക്കി. പിന്നെ മറ്റേത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ വേഗം ചായയൊക്കെ കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചായ കൊണ്ടു കൊടുത്തു. എല്ലാവരും മീൻസ് ഉമ്മയും ഉപ്പയും റിഹാനും മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അറിയാലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഉള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു, അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. 2 തക്കാളിയാണ് കേട്ടോ, 3 എടുത്തെങ്കിൽ 2 മതിയാക്കിയിട്ടോ ഞാൻ. അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ സ്ഥിരം തക്കാളി ചമ്മന്തി തന്നെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നലെ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് വാഷിങ്ങിന് ഇട്ടു കേട്ടോ. ആ സമയം കൊണ്ട് 1 ഹവറിൻ്റെ വാഷിങ് തന്നെ ഇട്ടു. മറ്റേത് അത്യാവശ്യം തുണി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇടും കേട്ടോ. കുറച്ച് തുണിയൊക്കെ ആണെങ്കിൽ 1/2 ഹവറിൽ വാഷിങ് ചെയ്തിട്ട് എടുക്കാനുണ്ട്, അതിടും. പിന്നെ നമ്മൾ ഇഡ്ഡലി മാവൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ പുളിച്ച് പൊങ്ങിയത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ആട്ടിയല്ലോ, അതുകൊണ്ട്. പിന്നെ ഉള്ളിയൊന്നായ ശേഷം അതിലോട്ട് കറിവേപ്പിലയും തക്കാളിയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, നല്ല എരിവുണ്ടാവുമല്ലോ. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും ഞാൻ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ മോൻക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണെന്ന് റിഹാൻ പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടില്ല. കുറച്ച് കാലം കൂടെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കഴിക്കാൻ കൊതിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കാണ്ടിരിക്കണ നല്ലത്. കൊതിയൊക്കെ ഉണ്ട്, പിന്നെ അങ്ങോട്ട് സഹിക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ.
പിന്നെ സെറ്റായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ചൂടാറിയ ശേഷം അരച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഞാനിതാ ഇവിടെ ആവി പറക്കണ കേട്ടോ അരച്ചത്. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ച ശേഷമാണ് ഞാൻ അരയ്ക്കണത്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡലി ഇവിടെ ആയിട്ടുണ്ട്. മോനിക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തട്ട് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ കഴിക്കാനും ഇത് തന്നെ ആക്കിയും കൊടുക്കുന്നത്. പിന്നെ ഉപ്പിയും റിഹാനൊക്കെ കഴിക്കാൻ നേരത്ത് പിന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഇഡലിയൊക്കെ ആവി പറക്കണ ഇഡലി വേണം കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ചമ്മന്തി എടുത്ത് ഇഡലി ആക്കി കൊടുത്തു. അവനക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇഡലി കഴിക്കാൻ. പിന്നെ എൻ്റെ നിർബന്ധത്തിൽ അവൻ കൊണ്ടുപോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അടച്ച് ഞാൻ ലഞ്ച് ബോക്സ് കെട്ടി കൊടുത്തിട്ടുണ്ട്. കഴിക്കാനട്ടോ ചമ്മന്തി വെച്ച ബോക്സ്. മെറ്റൽ തന്നെ. ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ അവൻ്റെ വിചാരം അതിൽ മെറ്റലാണെന്നാണ്. അത്ര കേട്ടോ. ഞാൻ മെറ്റലാണല്ലോ അല്ലേ അവൻക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെയൊക്കെ ഒന്ന് കളിയാക്കി. ഇനിയിപ്പോൾ എഗ്ഗ് പുഴുങ്ങി തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിച്ചണിലോട്ട് വന്നപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു രാവിലത്തെ കുക്ക് ചെയ്തതും ഒക്കെ, പാലിൻ്റെ ചായൻ്റെ എല്ലാം കൂടെ. അപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടല്ലോ. സൂപ്പർ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രദർ. കസൂരി മേത്തി ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലാലേന്ന്. ചില ടേസ്റ്റുകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് പെട്ടെന്നൊന്നും ലൈഫിൽ നിന്ന് മാറ്റാൻ കഴിയില്ലടോ. ഈ ചിക്കനിലും ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കറികളിലൊക്കെ ഇത് ആഡ് ചെയ്തൊന്നും നോക്ക്, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എഗ്ഗ് ഇങ്ങനെ പൊളിച്ചെടുത്ത ശേഷം ഞാൻ അവനക്കൊന്ന് കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അവിടെ അടച്ചു വെച്ചു. പിന്നെ ഞാൻ എന്തായാലും 8 മണിയൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേഗം ക്ലീനിങ്ങിനൊക്കെ നിന്നു. ഹലോ ജിനി, അടിപൊളി വർത്താനം പറയുന്നുണ്ട്. ഓക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ കാണാൻ വരാം. എൻ്റെ വീട് കഞ്ചിക്കോടാണ്, ഇപ്പോൾ ഷാർജയിലാണ്. ഓക്കെ വരൂ കാണാൻ വരൂ. കഞ്ചിക്കോട് നിന്ന് ഇവിടുന്ന് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. സൂപ്പർ മഴ. ഉപ്പാക്കും ഉമ്മാക്കും എങ്ങനെയുണ്ട്, സുഖമല്ലേ? അടിപൊളി ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഉപ്പാക്ക് സുഖമാണോ? സുഖമാണ് കേട്ടോ. കുക്കിംഗ് എല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. വലൈക്കും അസ്സലാം. കടലക്കറിയിൽ ഫസ്റ്റ് ടൈമാണ് പുളി ഇടുന്നത് കാണുന്നത് എന്ന്. അത് ആക്ച്വലി ചോറിലേക്ക് യൂസ് ചെയ്യുന്ന കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ പുളി ഉണ്ടാവുള്ളൂ, നല്ല പുളി ഉണ്ടാവില്ല, വളരെ കുറച്ച് കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ടേസ്റ്റാണ്. അങ്ങനെ തന്നെ ചെറുപയർ കൊണ്ട് വെക്കും, വെള്ളപ്പയർ കൊണ്ട് വെക്കും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഉമ്മ എവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വ്ളോഗിൽ അങ്ങനെ കാണിക്കാറില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇങ്ങനെ കുറേ കമൻ്റ് ഉണ്ട്. ജിനി ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട ഉണ്ടാക്കാറില്ലേ? അവിടെ ആർക്കും ഇഷ്ടമല്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചുമ്മാ ചോദിച്ചതാട്ടോ. എന്താ പ്രശ്നം എന്നറിയോ? ഓട്ടട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് ഓട്ടട ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രത്യേകതരം പാത്രം വേണ്ടേ, ഒരു ചട്ടി വേണ്ടേ, ഒരു പ്രത്യേകതരം പത്തിരിൻ്റെ ചട്ടിയാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ നിന്ന് കഴിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന അതിലേക്ക് ചെറുപയർ കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇങ്ങനെയൊക്കെ. എനിക്ക് അന്നൊക്കെ അത് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ, എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട്. പക്ഷേ പിന്നീട് അത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ അവിടെയും അധികം ഉണ്ടാക്കാറില്ല. അത് ഉണ്ടാക്കാൻ കുറച്ച് മെനക്കേടല്ലേ? ആണോ? എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാത്തൊരു പലഹാരം ഓട്ടട തന്നെയായിരിക്കാം. അപ്പോൾ എന്തായാലും ഓട്ടട എനിക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കുക. എനിക്ക് റെസിപ്പി ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും കിട്ടുമല്ലോ. ആ ചട്ടിയാണ് പ്രശ്നം. അതെന്ത് ചട്ടിയാണെന്നുള്ളതൊന്ന് എനിക്കൊന്ന് നെക്സ്റ്റ് വ്ളോഗിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എന്ത് ഡയറ്റാണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു എന്താ പറയുക, ഡയറ്റീഷ്യനൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഏജ് 35 കഴിഞ്ഞല്ലോ. അപ്പം നമ്മളായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കറിയില്ല.
ഇത് കൂടെ ഒരാളുണ്ടെങ്കിൽ പറഞ്ഞു തരാനാണെങ്കിലും ഒക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. പിന്നെ അത് മാത്രമല്ല എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഡയറ്റ് നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ തനിച്ച് ഡയറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് തേങ്ങ, ചമ്മന്തി ഇതൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ചായ ഒക്കെ കുടിക്കാൻ പറ്റും. മെയിനായിട്ട് കാർബ്സ് ഒഴിവാക്കണം. സ്വീറ്റും ഓയിൽ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഒഴിവാക്കേണ്ടത്. പിന്നെ ഇതുപോലെ വഴറ്റിയ സാധനങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, നെയ്യ് യൂസ് ചെയ്യുക, ബട്ടറൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ റിഫൈൻഡ് ഓയിൽ മേടിക്കണമെന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് വന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉപ്പിയും മോനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യണമെങ്കിൽ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണത് തന്നെയാണ് കേട്ടോ നല്ലത്. അങ്ങനെ നമ്മളെല്ലാം എടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മഴേനെക്കാട്ടിലും കാറ്റ്, വാതിലൊക്കെ വന്നങ്ങോട്ട് ഇട്ടേ പറഞ്ഞിട്ട് അടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് എൻ്റെ ലെൻസിൽക്കൊക്കെ വെള്ളമായിട്ടോ, അത്രയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരാൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കഴിച്ച് കയറ്റിയാണ്. എഗ്ഗ് കഴിച്ച് മടുത്തിട്ടുണ്ട് എല്ലാവർക്കും. പക്ഷേ അവനക്കൊക്കെ പ്രോട്ടീൻ കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ടാണ് പുഴുങ്ങിയ എഗ്ഗിനെ ഇങ്ങനെ കഴിച്ച് കയറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ജിമ്മന്മാർ കുറേ പേരുണ്ടല്ലോ, അങ്ങനെ 10-12 എഗ്ഗൊക്കെ ഒരു ദിവസം കഴിക്കണ ആൾക്കാർ. അതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കണത്. നമ്മളിപ്പോൾ വർത്താനം പറഞ്ഞ് എവിടേക്ക് എത്തിയതില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ തുണികളൊക്കെ തോരിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോരിയിട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ FBയിലുള്ള കമൻറ്റ്സ് കാണാം അല്ലേ. ഹായ് ജിനി, സുഖാണോ? സുഖാണ് മുത്തേ. ബിന്ദു കുറേ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കാണുന്ന ഒരു കമൻറ്റാണ് കേട്ടോ ബിന്ദുവിൻ്റെ. ഭയങ്കര സന്തോഷമുണ്ട്, എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താജ്മഹലിൻ്റെ പൊടി കേട്ടോ. എപ്പോഴും ഇൻസ്റ്റയിലാണ് ഇത് ചോദിക്കാറ്, ഏത് ചായപ്പൊടിയാണ് യൂസ് ചെയ്യാറ് എന്നുള്ളത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബ്രൂക്ക് ബോണ്ടിൻ്റെ താജ്മഹൽ ബ്രൂക്ക് ബോണ്ട് അങ്ങനെ എന്താ എനിക്കറിയില്ല, അങ്ങനെ എന്തോ പറയും. അതാണ് യൂസ് ചെയ്യാറ്. കംഫർട്ടാണ്, ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ആ ഒരു കറക്റ്റ് ടിക്കേഷനിൽ എടുക്കാൻ അറിയണം. പിന്നെ അതാ ഞാൻ ചായ വെച്ചിട്ട് ബാക്കി ചമ്മന്തിനെയൊക്കെ ചെറിയൊരു കട്ടോരിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നുണ്ട്. തണ്ണിമത്തൻ കട്ട് ചെയ്തതുമാണ് കേട്ടോ അത്. പിന്നെ ഇതാ ചായ ഇവിടെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ആയ ശേഷം ഞാൻ ഇതിലോട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കപ്പിൽ തന്നെ ഡയറക്റ്റായിട്ട് അരിച്ചെടുക്കും കേട്ടോ. ചില സമയത്ത് പണി കിട്ടും, പൊട്ടും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ സിങ്കിലുണ്ടെങ്കിലേ ഇനിയിപ്പോൾ ഒരു കപ്പും കൂടെ എക്സ്ട്രാ വേണ്ടേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത്രയും പാത്രങ്ങൾ എന്തിനാ? ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഞെട്ടുന്നുണ്ടാവില്ലേ. ആക്ച്വലി ഇത് കംപ്ലീറ്റ് കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അതിലൊന്നും വൃത്തികേടൊന്നുമില്ല. പിന്നെ ശരിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ രാത്രി ഓരോ റാക്കത്തെ പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് പോകും കേട്ടോ. പിന്നെ എല്ലാ പാത്രങ്ങളും അടുക്കി വെച്ച ശേഷം ഞാൻ വേഗം വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉപ്പേരി ബീൻസാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമീൻ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ ഞാനിന്ന് മാറ്റിയിട്ടുണ്ട്. പേപ്പർ ഇടാൻ പാടില്ല എന്ന് ചില കൂട്ടർ, പേപ്പർ ഇടാം എന്ന് ചില കൂട്ടരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രസം ഉണ്ടാക്കി. രസവും ഉണക്കമീനും ഭയങ്കര കോമ്പിനേഷനാണ് അല്ലേ. തക്കാളിയും വെളുത്തുള്ളിയും ജീരകവും പുളിയും കുരുമുളകും നന്നായിട്ട് അരച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് രസം എനിക്ക് തോന്നാറുള്ളത്. കടുകും ജീരകവും ഇട്ട ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച അരപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു മണം അങ്ങനെ വരും. കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ എരിവും പുളിയൊക്കെ എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ രസം ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഉപ്പേരിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ മുളക് പൊടി ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്ട്രാ പിന്നെ താളിക്കാനൊന്നും നിന്നില്ല. എണ്ണ ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ അതന്നെ ഒരു ടേസ്റ്റാണ്. കുറച്ചായിട്ട് എണ്ണ ഒഴിക്കുള്ളൂ, അതും സിമ്മിൽ വേവിക്കും. പിന്നെ തേങ്ങ ചിരവിയതും ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചോറും ആയി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയിട്ട് തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവിടെയും ഒന്ന് തുടച്ച് വന്ന ശേഷം ഇനി ഉണക്കമീനിൻ്റെ പരിപാടിയും കൂടി നമുക്ക് നോക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 10-20 പ്രാവശ്യങ്ങളും സ്റ്റെപ്പ് കയറിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്രാവശ്യം തുനിഞ്ഞിറങ്ങിയിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ഇത് അവിടെ ഓരോന്നായിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഫ്രഷ് ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ ഉണക്കമീൻ. പിന്നെ കണ്ടിട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ഇതുവരെ ഡയറ്റ് തെറ്റിയിട്ടില്ല. പിന്നെ ഡയറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ എന്താ കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മട്ടരിച്ചോറായിരിക്കും ഞാൻ കഴിക്കുക. ഒന്നുമില്ലെങ്കിൽ തേങ്ങാച്ചോറ്, അല്ലെങ്കിൽ മട്ടരി വെച്ചിട്ടുള്ള വലിയ അരി വെച്ചിട്ടുള്ള ചോറ് തന്നെയായിരിക്കും ഞാൻ കഴിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കറിയില്ല, അത് കഴിക്കാനാണ് ഏറ്റവും പൂതിയുള്ളത്. കംഫേർട്ട് ഫുഡ് ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇങ്ങനെ ഉണക്കമീനോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ എന്താ നങ്കിമീൻ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് ഞാനൊരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.